നമസ്കാരം. ഒരു ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യത്തെ പേടിക്കുന്ന ഭയക്കുന്ന ഒരു ഭരണകൂടം അധികാരത്തിൽ വന്നാൽ, അല്ലെങ്കിൽ ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ട് ഒരു ഭരണകൂടം അധികാരത്തിൽ നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആ രാജ്യത്തെ ഏറ്റവും വലിയ ആപത്തായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഭരണഘടന എന്ന് പറയുന്നത് അത് ചില്ലറ കാര്യമൊന്നുമല്ല. ഭരണഘടനയിലെ വെറും അക്ഷരമല്ല ജനാധിപത്യം എന്ന് പറയുന്നത്. ബാലറ്റ് പേപ്പറിലേക്ക് മടങ്ങണം എന്ന് ഏതെങ്കിലും ഭരണകൂടത്തിനോട് അവിടുത്തെ ജനത ആവശ്യപ്പെട്ടാൽ അത് ഭയപ്പെടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തങ്ങൾക്ക് നിലവിലുള്ള വോട്ടിംഗ് മെഷീനിൽ താല്പര്യമില്ല, ഞങ്ങളതിൽ വിശ്വാസമില്ല എന്ന് ജനത ഒരുമിച്ച് പറഞ്ഞാൽ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ബാലറ്റ് പേപ്പറിലേക്ക് മടങ്ങാൻ ആ ഭരണകൂടം ഭയപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ട് എന്ന് വേണം കരുതാൻ. ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് എന്ന് സ്കൂൾ ക്ലാസ്സുകൾ തൊട്ട് നമ്മൾ കേട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ നടത്തുന്ന ഭരണം, അങ്ങനെയാണ് നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നത്. എന്നാൽ ഇന്ന് ഇന്ത്യൻ തെരുവുകളിലേക്ക് കണ്ണോടിക്കുന്ന, ഇവിടുത്തെ രാഷ്ട്രീയ നാടകങ്ങൾ കാണുന്ന ഏതൊരു സാധാരണക്കാരനും ചോദിച്ചു പോകുന്ന ഒരു ചോദ്യമുണ്ട്. ശരിക്കും ഇന്ന് നമ്മുടെ നാട്ടിൽ ജനാധിപത്യം പ്രാവർത്തികമാകുന്നുണ്ടോ? പരമാധികാരം ജനങ്ങൾക്കാണെന്നും എല്ലാം തീരുമാനിക്കേണ്ടത് ജനങ്ങളാണെന്നും ഭരണകൂടത്തിന്റെ ഓരോ നീക്കവും സുതാര്യമായി ജനങ്ങൾ അറിയണം എന്നുമൊക്കെയാണ് ജനാധിപത്യത്തിന്റെ അടിസ്ഥാന പ്രമാണം. പക്ഷെ ഇന്നത്തെ അവസ്ഥ എന്താണ്? ജനങ്ങൾ വലിയ പ്രതീക്ഷയോടെ പോളിംഗ് ബൂത്തിൽ പോയി കുത്തുന്ന വോട്ടുകൾ കൃത്യമായി പെട്ടിയിൽ തന്നെയാണ് വീഴുന്നത്, അത് തങ്ങൾ ഉദ്ദേശിച്ച ആൾക്ക് തന്നെയാണ് വീഴുന്നത് എന്ന് ഉറപ്പിച്ചു പറയാൻ ഇന്ന് ആർക്കെങ്കിലും സാധിക്കൂ? ജനാധിപത്യം എന്നത് വെറും ഒരു വാക്കായി, ഒരു പറച്ചിലായി മാത്രം ഒതുങ്ങുകയും അധികാരം നിലനിർത്താൻ വേണ്ടി രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളെ മുഴുവൻ അട്ടിമറിക്കുകയും ചെയ്യുന്ന ഒരു ഫാസിസ്റ്റ് ശൈലി ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇതിന് ഏറ്റവും വലിയ തെളിവാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾക്ക്, അതായത് EVM-ന് ജന്തർ മന്ദറിലും രാജ്യത്തിന്റെ വിവിധ കോണുകളിലും ഉയർന്നു വരുന്ന ശക്തമായിട്ടുള്ള ജനരോഷവും പ്രതിഷേധങ്ങളും. ഈ കഴിഞ്ഞ ദിവസം കോക്രോച്ചുകൾ നടത്തിയിട്ടുള്ള സമരവും വ്യത്യസ്തമൊന്നുമല്ല. കോക്രോച്ചുകൾ എന്ന് പറഞ്ഞാൽ ആധുനിക സമൂഹത്തിന്റെ ഏറ്റവും ചെറുപ്പമുള്ള പ്രായം കുറഞ്ഞ വ്യക്തിത്വങ്ങളാണ്. നാളത്തെ ഇന്ത്യയുടെ ഭാവി എന്ന് പറഞ്ഞാൽ അവരുടെ കൈകളിലാണ്. അവരെ തച്ചുടച്ചുകൊണ്ട് അവരുടെ ചിന്തകളെ, അവരുടെ രാഷ്ട്രഭാവനകളെ ഒക്കെ ആക്ഷേപിച്ചുകൊണ്ടാണ് ഭരണകൂടം അതിനെ നേരിട്ടത്. കേവലം രാഷ്ട്രീയ പ്രവർത്തകർ മാത്രമല്ല, രാജ്യത്തെ പ്രമുഖ സർവകലാശാലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും അധ്യാപകരും കർഷകരും സാധാരണക്കാരുമൊക്കെ അടങ്ങുന്ന വലിയൊരു ജനക്കൂട്ടമാണ് EVM-നെതിരെ ഇന്ന് തെരുവിലിറങ്ങുന്നത്. സാങ്കേതിക വിദ്യ ശരിയായ രീതിയിലാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, ഏതൊരു സാങ്കേതിക വിദ്യയും ശരിയായ രീതിയിലാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ EVM-ഉം സുതാര്യമാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമൊന്നുമില്ല. എന്നാൽ ഇവിടെ കാര്യങ്ങൾ സുതാര്യമായിട്ടല്ല നടക്കുന്നത് എന്ന സംശയത്തിന്റെ കനലുകൾ ജനമനസ്സുകളിൽ ആളിപ്പടരാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. പൈത്തൺ പ്രോഗ്രാമിംഗ് ആണ് ഇപ്പോഴത്തെ EVM-ൽ എന്നാ പറയുന്നത്. ഏതൊരു പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിലും അതൊരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ആണ്. അത്തരത്തിലുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളെ മാറ്റി എഴുതാൻ, അല്ലെങ്കിൽ എന്ത് വേണമെന്ന് തീരുമാനിക്കാൻ മറ്റൊരു പ്രോഗ്രാം മതി എന്നതാണ് വസ്തുത. പൈത്തൺ പ്രോഗ്രാമിംഗ് അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഈ വോട്ടിംഗ് മെഷീനുകളിൽ വെറും 3 വരി കോഡിംഗ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് അത് ഹാക്ക് ചെയ്യാൻ കഴിയുമെന്ന് സാങ്കേതിക വിദഗ്ധർ പരസ്യമായിട്ട് പറയുകയാണ്. അത് നിഷേധിക്കൊന്നും വേണ്ട. കാരണം അതിനുള്ള കഴിവും പ്രാപ്തിയുമുള്ള പുതിയ തലമുറയാണ് ഇന്ത്യയിൽ വളർന്നു വരുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അവരുടെ ആ കഴിവ് ഇന്ത്യയിൽ പ്രകടിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ട് അവർ മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നു. അവിടെ ആ കഴിവിന് അംഗീകരിക്കപ്പെടുന്നു. അതിന്റെ കോപ്പി നമ്മൾ എടുക്കേണ്ടത്, അല്ലെങ്കിൽ അത് വില കൊടുത്ത് വാങ്ങേണ്ട ഒരു രാജ്യമായി നമ്മൾ മാറുന്നു എന്നേ ഉള്ളൂ. വോട്ട് രേഖപ്പെടുത്തുന്ന സാധാരണക്കാരൻ എങ്ങനെ ആശങ്കപ്പെടാതിരിക്കും? സാങ്കേതികമായി ഇത് എത്രത്തോളം പ്രായോഗികമാണ് എന്ന് പൂർണ്ണമായി തെളിയിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ പോലും കഴിഞ്ഞ കുറെ കാലങ്ങളായി ഈ EVM മെഷീനുകൾ ചുറ്റിപ്പറ്റി രാജ്യത്ത് നടക്കുന്ന കള്ളക്കളികൾ കാണുമ്പോൾ ഈ വെളിപ്പെടുത്തലുകളെ വെറുതെ തള്ളിക്കളയാൻ പൗരന്മാർക്ക് കഴിയണില്ല. ഇത് വെറുമൊരു സാങ്കേതിക സംശയം മാത്രമല്ല, നമ്മുടെ കൺമുന്നിൽ നടന്ന എത്രയോ തെളിവുകളുണ്ട്. ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് വോട്ടെടുപ്പൊക്കെ കഴിഞ്ഞ് കൃത്യമായി സീൽ ചെയ്ത് സ്ട്രോങ് റൂമിൽ വെച്ചിരുന്ന EVM മെഷീനുകൾ മാറ്റാൻ വേണ്ടി അർദ്ധരാത്രിയിൽ പുറത്തുനിന്ന് വോട്ടിങ്ങിന് ഉപയോഗിക്കാത്ത EVM മെഷീനുകൾ വലിയ ട്രക്കുകളിൽ കൊണ്ടുവന്ന് ഇറക്കിയതും ഒറിജിനൽ മെഷീനുകൾ കടത്തിക്കൊണ്ടുപോയതും ഈ രാജ്യം കണ്ടതാണ്. ജനങ്ങൾ വോട്ട് ചെയ്ത മെഷീനുകൾ പകൽ വെളിച്ചത്തിൽ മാറ്റി സ്ഥാപിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അതിലും വലിയൊരു ജനാധിപത്യ ധ്വംസനം വേറെ ഇല്ല എന്ന് നമുക്ക് പറയാം. വേറെ എന്താ ഉള്ളത്? അതുപോലെ തന്നെയാണ് വാരണാസിയിൽ നടന്നിട്ടുള്ള വോട്ടെണ്ണൽ നാടകം. വോട്ടെണ്ണൽ ദിവസം രാവിലെ 11:30 മണി വരെ സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വോട്ടുകളിൽ വളരെ പിന്നിലായിരുന്നു. എന്നാൽ ഒരു ഘട്ടത്തിൽ മോദി തോൽക്കും എന്നുള്ളൊരു അവസ്ഥ വരെ അതെത്തി. എന്നാൽ വെറും 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ, അതായത് 11:45 ആയപ്പോഴേക്കും മോദി ലക്ഷക്കണക്കിന് വോട്ടുകൾക്ക് മുന്നിലെത്തി. അതെങ്ങനെയാണ് ലക്ഷക്കണക്കിന് വോട്ടുകൾ ഒരു പെട്ടിയിലേക്ക് പെട്ടെന്ന് മാറിമറിയുന്നത്? ഇതിനൊക്കെ പുറമെയാണ് പശ്ചിമ ബംഗാളിൽ
വോട്ടെണ്ണിയ ദിവസം വൈകുന്നേരം പ്രതിപക്ഷ സ്ഥാനാർത്ഥി ജയിച്ചു എന്ന് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ച സീറ്റിൽ പിറ്റേന്ന് രാവിലെ നോക്കുമ്പോൾ റിസൾട്ട് മാറി മറിഞ്ഞ് തോറ്റ BJP സ്ഥാനാർത്ഥി ജയിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടത്. ഏത് കോടതിയിൽ പോയാലും ഏത് വലിയ ഭരണഘടനാ സ്ഥാപനത്തിൽ പോയാലും BJP ഭരണകൂടം എല്ലാത്തിനെയും അവരുടെ കൈപ്പിടിയിലാക്കി ഒതുക്കി വച്ചിരിക്കുകയാണ് എന്ന് തോന്നിപ്പോകും. ആർക്കും ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല എന്ന ധാർഷ്ട്യമാണ് അധികാരികൾക്ക്. ഇവിടെയാണ് ഏറ്റവും ദുരൂഹമായ മറ്റൊരു ചോദ്യം ഉയരുന്നത്. ഇന്ത്യ പോലുള്ള ഒരു ഭീമൻ രാജ്യത്ത് 5 വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ഒരു പൊതു തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് ഡാറ്റകൾ സുതാര്യമായി ജനങ്ങൾക്ക് ലഭ്യമാകാൻ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറല്ല. ഒന്ന് ആലോചിക്കണം, ഇന്ത്യ എന്നത് ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. ഇന്ത്യയിലെ ജനങ്ങളാണ് എല്ലാം തീരുമാനിക്കുന്നത്. അതേ ജനങ്ങൾ ചെയ്ത വോട്ടിനെ കുറിച്ച് പിന്നെ ജനങ്ങൾക്ക് വോട്ട് ചെയ്ത ശേഷം അത് നോക്കാനോ കാണാനോ അത് എണ്ണിയതിനെ കുറിച്ചോ നിലവിലുള്ള സ്ഥിതിയെക്കുറിച്ചോ ഒന്നും അന്വേഷിക്കാൻ ഒരവകാശവും ഇല്ല എന്ന് പറയുമ്പോൾ എവിടെയാണ് നമ്മുടെ ജനാധിപത്യം ചെന്ന് എത്തി നിൽക്കുന്നത് എന്ന് നമ്മൾ അന്വേഷിക്കണം. വോട്ടിംഗ് ഡാറ്റകൾ ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറല്ല എന്ന് മാത്രമല്ല, വോട്ടെണ്ണൽ കഴിഞ്ഞ് വെറും 40 ദിവസം കഴിയുമ്പോൾ ഈ ഡാറ്റകളും രേഖകളും എല്ലാം നശിപ്പിച്ചു കളയുന്നതാം കാണാം. അതായത് ഇത് പിന്നെ ആരെടുത്തും നോക്കാൻ പാടില്ല. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കാണിച്ചിട്ടുള്ള കള്ളത്തരങ്ങളെല്ലാം പുറത്തു വരും. അത് പേടിച്ചിട്ടാണോ, അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് ഈ ഡാറ്റകളൊക്കെ ജനങ്ങൾ അറിയാതെ നശിപ്പിക്കുന്നത് എന്തിനാണ്? ഇത്രയും സുപ്രധാനമായിട്ടുള്ള വിവരങ്ങൾ വേറെ 40 ദിവസം കൊണ്ട് നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആരെയാണ്, എന്തിനെയാണ് ഈ ഭരണകൂടം ഒളിപ്പിക്കാനും ഭയക്കാനും ശ്രമിക്കുന്നത്? ആ വോട്ടിംഗ് യന്ത്രങ്ങൾ ഒരു പുനഃപരിശോധന നടത്തിയാൽ അട്ടിമറിക്കപ്പെട്ടത് തെളിയപ്പെടും എന്നതുകൊണ്ടാണോ? ഇന്ന് ഇന്ത്യയിൽ ലഭ്യമായിട്ടുള്ള എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഒറ്റ ക്ലിക്കിൽ അതിന്റെ പ്രോഗ്രാം മാറ്റാൻ കഴിയുന്നതാണ്. ചിലതെങ്കിലും ഒരു കുത്തോ അല്ലെങ്കിൽ ഒരു കോമയോ കൊണ്ടുപോലും പ്രോഗ്രാം മാറ്റി എഴുതാൻ കഴിയുന്നതുമാണ്. പൂർണ്ണമായും പ്രോഗ്രാമിംഗ് സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന EVM-ൽ ഒരു മാറ്റവും വരുത്താൻ കഴിയില്ല എന്ന് വാദിക്കുന്നത് എന്തിനാണ്? ഹരിയാന ഫയൽസ്, കർണാടക ഫയൽസ്, ബീഹാർ ഫയൽസ് എന്നൊക്കെ പറഞ്ഞ് തെരഞ്ഞെടുപ്പിൽ നടന്ന ഈ വൻ അട്ടിമറികളെ കുറിച്ച് പാർലമെന്റിലും പുറത്തും പ്രതിപക്ഷം വലിയ ചർച്ചകൾ നടത്തിയിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുകൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ, അതായത് EVM-ന്റെ സുതാര്യതയിലും സുരക്ഷയിലും ആശങ്ക പ്രകടിപ്പിച്ചും ജനങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നു എന്ന് മനസ്സിലാക്കിയും EVM ഉപേക്ഷിച്ച് വീണ്ടും ബാലറ്റ് പേപ്പറിലേക്ക് മടങ്ങിയ ചില രാജ്യങ്ങളുണ്ട്. അവരെ നമ്മളൊന്ന് പരിചയപ്പെടുകയും എന്തുകൊണ്ടാണ് അവർ EVM ഉപേക്ഷിച്ച് ബാലറ്റിലേക്ക് മടങ്ങിയത് എന്ന് നമ്മൾ അറിയണം. EVM ഉപേക്ഷിച്ച രാജ്യങ്ങളിൽ ഏറ്റവും പ്രശസ്തമായ ഒരു രാജ്യമാണ് ജർമ്മനി. 2005 തെരഞ്ഞെടുപ്പിൽ അവർ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ഉപയോഗിച്ചിരുന്നു. എന്നാൽ ഇതിനെതിരെ ജനങ്ങൾ കോടതിയെ സമീപിച്ചു. തുടർന്ന് 2009 ജർമ്മൻ ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്ട്, അതായത് അവരുടെ പരമോന്നത കോടതി, EVM ഉപയോഗം ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിച്ചു. പ്രത്യേക സാങ്കേതിക പരിജ്ഞാനമില്ലാത്ത ഒരു സാധാരണ പൗരനും വോട്ടിംഗ് പ്രക്രിയയുടെ ഓരോ ഘട്ടവും നേരിട്ട് കണ്ട് ബോധ്യപ്പെടാൻ സാധിക്കണം എന്നതായിരുന്നു കോടതിയുടെ നിരീക്ഷണം. കാരണം ജനാധിപത്യ രാജ്യത്ത് ജനങ്ങളാണ് രാജാവ്, ജനങ്ങൾക്ക് എല്ലാം അറിയാനും ജനങ്ങളാണ് നിയന്ത്രിക്കപ്പെടുന്നത്, ജനങ്ങളാണ് നിയന്ത്രിക്കേണ്ടത്, രണ്ടും അവരായതുകൊണ്ട് അവർക്കെല്ലാം അവകാശമുണ്ടെന്ന് ആ കോടതിക്ക് അറിയാം. കമ്പ്യൂട്ടർ കോഡിങ്ങുകൾക്കുള്ളിൽ എന്ത് നടക്കുന്നു എന്ന് സാധാരണക്കാരന് മനസ്സിലാക്കാൻ കഴിയില്ല എന്നതിനാൽ ജർമ്മനി വീണ്ടും പൂർണ്ണമായിട്ടും ബാലറ്റ് പേപ്പറിലേക്ക് മടങ്ങി. ഇനി നെതർലൻഡിലെ കാര്യം എടുക്കുകയാണെങ്കിൽ യൂറോപ്പിലെ ദീർഘകാലം EVM ഉപയോഗിച്ച രാജ്യങ്ങളിൽ ഒന്നാണ് നെതർലാൻഡ്. എന്നാൽ 2006, 2007 കാലഘട്ടങ്ങളിൽ വോട്ടിംഗ് മെഷീനുകൾ ഹാക്ക് ചെയ്യാൻ കഴിയുമെന്ന് അവിടുത്തെ സാങ്കേതിക വിദഗ്ധരും ജനകീയ കൂട്ടായ്മകളും തെളിവ് സഹിതം പുറത്തു കൊണ്ടുവന്നു. റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ച് വോട്ടിംഗ് വിവരങ്ങൾ ചോർത്തിയെടുക്കാം എന്നും അവർ തെളിയിച്ചു. ഇതോടെ സുതാര്യത ഉറപ്പാക്കാൻ കഴിയില്ല എന്ന് കണ്ട് സർക്കാർ EVM-കൾ പൂർണ്ണമായി നിരോധിക്കുകയും ബാലറ്റ് പേപ്പറിലേക്ക് തിരികെ പോവുകയും ചെയ്തു. ഇനി മറ്റൊരു രാജ്യം എടുക്കുകയാണെങ്കിൽ അയർലൻഡ്. ഏകദേശം 50 ദശലക്ഷത്തിലധികം യൂറോ ചെലവഴിച്ച് നെതർലാൻഡ്സിൽ നിന്ന് വാങ്ങിയിട്ടുള്ള EVM മെഷീനുകൾ ഉപയോഗിച്ച് 2002 അയർലൻഡ് പരീക്ഷണാടിസ്ഥാനത്തിൽ വോട്ടെടുപ്പ് നടത്തിയിരുന്നു. എന്നാൽ മെഷീനുകളുടെ സുതാര്യതയും സോഫ്റ്റ്വെയറിന്റെ വിശ്വാസ്യതയും കുറിച്ച് വ്യാപകമായിട്ടുള്ള പരാതി ഉയർന്നു. തുടർന്ന് 3 വർഷത്തോളം ഒരു പ്രത്യേക കമ്മീഷൻ ഇതിനെക്കുറിച്ച് പഠിക്കുകയും EVM-കൾ സുരക്ഷിതമല്ല എന്ന് കണ്ടെത്തുകയും ചെയ്തു. ഒടുവിൽ 2009 അയർലൻഡ് EVM പദ്ധതി പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചു എന്ന് പ്രഖ്യാപിക്കുകയും വാങ്ങിക്കൂട്ടിയ മെഷീനുകൾ വെറും ആക്രി വിലയ്ക്ക് വിൽക്കുകയും ചെയ്തു. അവർ ഇന്നും ബാലറ്റ് പേപ്പറാണ് ഉപയോഗിക്കുന്നത്. ഇനി മറ്റൊരു രാജ്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഫ്രാൻസിൽ ഭൂരിഭാഗം സ്ഥലങ്ങളിലും ബാലറ്റ് പേപ്പർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ചില പ്രത്യേക നഗരങ്ങളിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ഉപയോഗിച്ചിരുന്നു. ഇതിൽ സുരക്ഷയെക്കുറിച്ച് വലിയ തർക്കങ്ങൾ ഉയർന്നതിനെ തുടർന്ന് പുതിയ മെഷീനുകൾ വാങ്ങുന്നത് സർക്കാർ എന്തായാലും നിർത്തിവെച്ചു, നിരോധിച്ചു. മാത്രമല്ല വിദേശത്തുള്ള ഫ്രഞ്ച് പൗരന്മാർക്ക് വോട്ട് ചെയ്യാൻ ഏർപ്പെടുത്തിയിരുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് രീതി സൈബർ ആക്രമണ ഭീഷണിയെ തുടർന്ന് 2017 ഫ്രാൻസ് നിർത്തലാക്കുകയും ചെയ്തു. ഇനി UK അവസ്ഥ നോക്കാം. ലോകത്തിലെ ഏറ്റവും പഴയ ജനാധിപത്യ രാജ്യങ്ങളിൽ ഒന്നാണ് ബ്രിട്ടൻ.
ഒരിക്കൽ പോലും അവരുടെ പൊതു തെരഞ്ഞെടുപ്പുകളിൽ EVM പൂർണ്ണമായി ഉപയോഗിച്ചിട്ടില്ല. ചില പ്രാദേശിക തെരഞ്ഞെടുപ്പുകളിൽ പരീക്ഷണങ്ങൾ നടത്തിയെങ്കിലും മെഷീനുകളിൽ തിരിമറികൾ നടത്താനുള്ള സാധ്യതയും ജനങ്ങൾക്ക് അതിലുള്ള വിശ്വാസക്കുറവും കണക്കിലെടുത്ത് അവർ EVM വേണ്ട എന്ന് വെച്ചു. ഇന്നും ബ്രിട്ടനിൽ പരമ്പരാഗത ബാലറ്റ് പേപ്പർ ഉപയോഗിച്ചാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ രാജ്യങ്ങളെല്ലാം ബാലറ്റ് പേപ്പർ മതി, EVM വേണ്ട എന്ന് തീരുമാനിച്ചത്? സാധാരണക്കാരന്റെ അറിവില്ലായ്മ തന്നെയാണ്. സാധാരണക്കാരന് അറിയാൻ കഴിയുന്നില്ല ആർക്കാണ് താൻ വോട്ട് കൊടുത്തത്, തന്റെ വോട്ട് ആ കക്ഷിക്ക് തന്നെ, ആ വ്യക്തിക്ക് തന്നെയാണ് കിട്ടിയത് എങ്ങനെ ഉറപ്പാക്കാൻ പറ്റും? ബാലറ്റ് പേപ്പർ നമ്മൾ കുത്തിക്കഴിഞ്ഞാൽ അത് മടക്കിയത് കറക്റ്റ് ആണെങ്കിൽ, അസാധുവായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ഉറപ്പിക്കാൻ പറ്റും. പക്ഷെ EVM-ൽ നമുക്കത് ഉറപ്പിക്കാൻ പറ്റില്ല. കമ്പ്യൂട്ടറിനുള്ളിലെ സോഫ്റ്റ്വെയറും കോഡിങ്ങും ഒക്കെ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നത് ഒരു സാധാരണ വോട്ടർക്ക് സ്വയം കണ്ട് ബോധ്യപ്പെടാൻ കഴിയില്ല. പിന്നീട് അവർ കണ്ട മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് ഹാക്കിങ്ങിന്റേതാണ്. എത്ര വലിയ സുരക്ഷാ സംവിധാനമുള്ള കമ്പ്യൂട്ടർ സിസ്റ്റവും മനുഷ്യൻ നിർമ്മിച്ചതാണ്, അതുകൊണ്ട് തന്നെ അവ ഹാക്ക് ചെയ്യപ്പെടാൻ സാധ്യത ഉണ്ട് എന്നൊരു വിലയിരുത്തൽ. അതുണ്ടാക്കുന്ന ആൾക്ക് അത് ഹാക്ക് ചെയ്യാനേ പറ്റും. ഈ വൈറസുകളെ ഉണ്ടാക്കുന്നത് ആന്റിവൈറസ് കമ്പനികളാണ് എന്ന് പറയുന്നത് പോലെ. മറ്റൊരു സംശയമാണ് വോട്ടിൽ തിരുത്തൽ വരുത്താന്നുള്ളത്. അതായത് EVM-ൽ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഉദ്ദേശിച്ച സ്ഥാനാർത്ഥിക്ക് തന്നെയാണോ വോട്ട് വീണത് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. എന്നാൽ ബാലറ്റ് പേപ്പറിൽ വോട്ടർ തന്റെ കൈകൊണ്ട് തന്നെയാണ് അടയാളപ്പെടുത്തുന്നത് എന്നതുകൊണ്ട് ആ വോട്ടർക്ക് ഉറപ്പിച്ച് മനസ്സിലാക്കാൻ പറ്റും താൻ ഉദ്ദേശിച്ച ആൾക്ക് തന്നെയാണ് വോട്ട് കൊടുത്തത് എന്ന്. ചുരുക്കത്തിൽ സാങ്കേതിക വിദ്യയിൽ ഏറെ മുന്നിൽ നിൽക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ പോലും വേഗത്തിൽ നമുക്ക് തെരഞ്ഞെടുപ്പ് ഫലം വേണ്ട, കുറച്ച് സാവകാശം കിട്ടിയാൽ മതി, പക്ഷേ കൃത്യതയാർന്ന വിശ്വാസ്യതയാർന്ന ഫലം മതി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് EVM ഉപേക്ഷിച്ച് ബാലറ്റ് പേപ്പറിലേക്ക് മടങ്ങിയിട്ടുണ്ട്. ഇന്ത്യ പോലെയുള്ള ഒരു ജനാധിപത്യ രാജ്യത്തെ ഭൂരിപക്ഷം ജനങ്ങളും പ്രതിപക്ഷ പാർട്ടികളുമൊക്കെ EVM-നെ അവിശ്വസിക്കുമ്പോഴും എതിർക്കുമ്പോഴും ഭരണത്തിലിരിക്കുന്ന ഒരു വിഭാഗം മാത്രം EVM മതി എന്ന് വാശി പിടിക്കുന്നത് എന്തിന്റെ സൂചനയാണ് എന്ന് നമുക്ക് മറുപടി വേണ്ടതുണ്ട്. എവിടെയൊക്കെ EVM മാറി ബാലറ്റ് പേപ്പർ വന്നോ, അത് പഞ്ചാബ് ആകട്ടെ ഛത്തീസ്ഗഡ് ആകട്ടെ, അവിടെയെല്ലാം BJP തറ പറ്റിയ ചരിത്രമാണ് നമുക്ക് കാണാനുള്ളത്. പഞ്ചാബിലെ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ബാലറ്റ് പേപ്പർ ഉപയോഗിച്ചപ്പോൾ BJP പൂർണ്ണമായും തകർന്നടിയുകയും പലയിടങ്ങളിലും സ്ഥാനാർത്ഥികൾക്ക് കെട്ടിവെച്ച തുക പോലും കിട്ടിയില്ല എന്നതും നമുക്കറിയാം. ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി BJP-കാരനായിട്ടുള്ള പ്രിസൈഡിംഗ് ഓഫീസർ പ്രതിപക്ഷത്തിന്റെ ബാലറ്റ് പേപ്പറിൽ പേന വെച്ച് കുത്തി വരച്ച് നശിപ്പിക്കുന്നത് നമ്മൾ രാജ്യം മുഴുവൻ കണ്ടതാണ്. ഒടുവിൽ സുപ്രീം കോടതി നേരിട്ട് ഇടപെട്ടിട്ടാണ് ആ കള്ളത്തരം പൊളിച്ചതും ജനാധിപത്യം കാത്തു സൂക്ഷിച്ചതും. ജനങ്ങൾ നേരിട്ട് പേപ്പറിൽ വോട്ട് കുത്തുമ്പോൾ ജനവിധി അട്ടിമറിക്കപ്പെടാൻ സാധിക്കില്ല എന്ന് ഭരണാധികാരികൾക്ക് നന്നായി അറിയാം. ഇവിടെ ജനങ്ങൾ ചോദിക്കുന്നത്, അത്രയ്ക്ക് സുതാര്യമാണ് നിങ്ങളുടെ EVM എങ്കിൽ ജനങ്ങളുടെ സംശയം നീർക്കാൻ ഒരു തവണ ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പഴയതുപോലെ ബാലറ്റ് പേപ്പറിലേക്ക് മാറ്റാൻ ഈ ഭരണകൂടത്തിന് ധൈര്യമുണ്ടോ? എന്തുകൊണ്ടാണ് അതിന് തയ്യാറാകാതെ മുഖം തിരിക്കുന്നത്? ജനവിശ്വാസം നേടിയെടുക്കാൻ പഴയ ബാലറ്റ് രീതിയിലേക്ക് മടങ്ങണമെന്ന് രാജ്യം ഒച്ച വെച്ച് വിളിച്ചു പറയുമ്പോൾ ഭരണകൂടം കാണിക്കുന്ന ഈ ഭയം തന്നെയാണ് EVM-ൽ കള്ളക്കളികൾ നടക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ്. വോട്ട് എന്നത് ഒരു പൗരന്റെ അവകാശവും ഭരണാധികാരികളെ ചോദ്യം ചെയ്യാനുള്ള അവന്റെ ആയുധവുമാണ്. ജനങ്ങളുടെ യഥാർത്ഥ വികാരമല്ല, മറിച്ച് മെഷീന്റെ വികൃതിയാണ് ജനവിധിയായി പുറത്തു വരുന്നതെങ്കിൽ അതിനെ ജനാധിപത്യം എന്ന് വിളിക്കാൻ പറ്റില്ല. തങ്ങൾക്ക് ഭരണം നിലനിർത്താൻ ആവശ്യമായ ചില പ്രത്യേക മേഖലകൾ കേന്ദ്രീകരിച്ച് ഭരണകൂടം കൃത്യമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കുന്നുണ്ട് എന്നത് ഇന്ന് വലിയൊരു പരമാർത്ഥമാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുകയാണ്. EVM-ന്റെ സുതാര്യത പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് സംവിധാനം പൂർണ്ണമായും ജനങ്ങൾക്ക് ബോധ്യമാകുന്ന തരത്തിൽ ബാലറ്റ് പേപ്പറിലേക്ക് മാറിയേ മതിയാകൂ. ഈ അട്ടിമറികളെയും ജനങ്ങളെ പറ്റിക്കുന്ന പരിപാടികളെയും ഇന്ത്യൻ ജനത അധികകാലം കയ്യും കെട്ടി നോക്കിയിരിക്കുമെന്ന് കരുതാൻ കഴിയില്ല. ജനാധിപത്യം ഇവിടെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ തെരഞ്ഞെടുപ്പ് സംവിധാനം പൂർണ്ണമായും സുതാര്യമായ മതിയാകൂ. നമ്മുടെ ഭരണകൂടം ഇനിയെങ്കിലും മാറി ചിന്തിക്കണം. തെറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, EVM-ന് യാതൊരു സുതാര്യത കുറവും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു തവണ ബാലറ്റ് പേപ്പറിൽ തെരഞ്ഞെടുപ്പ് നടത്തി അത് തെളിയിക്കണം. Different angles. Don't forget to subscribe and support this channel.